ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കാശ്മീരി ഡിഷാണ്. അതായത് ഒരു ദാൽ ഗോഷ്ട് അല്ലെങ്കിൽ ദാൽ ചിക്കൻ എന്നറിയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അയ്യോ, പരിപ്പിൻ്റെ കൂടെ ചിക്കൻ വന്നാൽ എന്ത് കൊള്ളും എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. 200% ഗ്യാരണ്ടി ഞാൻ തരുന്നു. സൂപ്പർബ് ഡിഷായിരിക്കും. അപ്പോൾ കടലപ്പരിപ്പും തോരപ്പരിപ്പും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ കുക്കറിൽ ഒരു 5 വിസിൽ കൊടുത്ത് വേവിക്കുക. ഇവിടെ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ്. എണ്ണ ഒഴിക്കുക, സവോള ബ്രൗൺ കളർ ആക്കുക, എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് ഓണിയൻ ആണ്. അതായത് പാക്കറ്റിൽ നമുക്ക് ഫ്രൈഡ് ഓണിയൻസ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 2 പാക്കറ്റ് വാങ്ങിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ പല കാര്യത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ഇതേപോലെ ബ്രൗൺ കളറാക്കി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി, മല്ലിപ്പൊടി, അതേമാതിരി തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ലേശം വറുത്തെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്രൈഡ് ഓണിയൻ എന്ന് പറയുന്നത്. ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റിലുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. പ്ലസ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാല ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വഴറ്റിയെടുക്കുന്നതിലും സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടാമത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ചിക്കൻ ബോണായിട്ടല്ല ഇടുന്നത്, നമ്മൾ ബോൺലെസ് ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിൽ എണ്ണ തെളിയണം. എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഷ്രെഡ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ നോക്കുക. ബോണോട് കൂടിയിട്ട് ഇടണ്ടാട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ അവിടെ കിടന്നിട്ട്. ഇനി നമ്മൾ കുക്കറിൽ 5 വിസിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പരിപ്പൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ടുള്ള ആ ഒരു പരിപ്പ് നോക്കൂ, ഇതുപോലെ ഒന്നും കാണാൻ പാടില്ല കേട്ടുള്ളൂ. അത്രയ്ക്ക് വെന്ത് ഉടയണം. അതുപോലെ ആയിരിക്കണം, എന്നാലേ ഈ ഒരു കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉള്ളതിലേക്ക് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി ആ ഒരു കുറുകിയിട്ടുള്ള ഒരിത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുക്കിംഗ് പ്രോസസ്സ് ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇതും കുക്കായി അതും കുക്കായി, ഇനിയിപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയി എന്നല്ല. ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നല്ലപോലെ ഒന്ന് തിളക്കണം കേട്ടുള്ളൂ. വലിയ പാത്രം എടുത്തോളൂ. എന്താ വെച്ചാൽ ഇതിന് നല്ല സ്പേസ് വേണം, നന്നായിട്ട് തിളയ്ക്കണം. ഇനി ചിക്കനും ഈ മസാലയും ഈ കിടന്നിട്ടുള്ള പരിപ്പിൽ കിടന്നിട്ട് നല്ല പോലെ തിളച്ച് മറിയണം. അപ്പോൾ ഇനി ഇത് സ്ലോ കുക്കിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഒരു മത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ചിക്കനെ അത് പരിപ്പിലേക്ക് നല്ല പോലെ ഒന്ന് ഒടച്ച് കൊടുക്കുകയാണ്. രണ്ടും നമ്മൾക്ക്, അതായത് ചിക്കനും ആ ഒരു പരിപ്പും ഉണ്ടല്ലോ, തമ്മിലിങ്ങനെ കണ്ടുവോ ചോദിച്ചാൽ കണ്ടു, കണ്ടില്ലേ ചോദിച്ചാൽ കണ്ടില്ല, അത്രയ്ക്ക് അലിഞ്ഞിരിക്കണ പോലെ ആയിരിക്കണം. ഇനി ഇത് ണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പെപ്പറും ഗരം മസാല പൊടിയുമാണ്. പെപ്പർ കൂടുതലും ഗരം മസാല പൊടി കുറച്ചുമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ആ പൊടിയും ഡയറക്റ്റായിട്ട് ആ കറിയിൽ, തിളയ്ക്കുന്ന കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിനെ വെള്ളത്തിലാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എരിവുണ്ടാവില്ല. ഇത് കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കുക. ഇനിയും മത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ച് എടുത്ത് കൊടുക്കണം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നല്ലപോലെ അതിലേക്ക് അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവിടെ ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഇളക്കി വയ്ക്കുക. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ദാൽ ഇത് ഉണ്ടാവേണ്ട കേട്ടുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കൂടെ കഴിക്കാൻ വൈറ്റ് റൈസ് ആണ്. പക്ഷേ വൈറ്റ് റൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മസാലകൾ ഇട്ടിട്ട് വേണം വേവിക്കാൻ. ആ ഒരു പുലാവ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ നെയ്യിലേക്ക് കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നല്ല പോലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിട്ട് കൊടുക്കുക. ഇനി ഈ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ ആവണം, അതായത് ക്രിസ്പി ബ്രൗൺ കളർ ആവണം. ക്രിസ്പി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഈ നെയ്യോട് കൂടിയിട്ട് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക.
അടിപൊളി ടേസ്റ്റാണ് മക്കളെ. വീട് മുഴുവൻ മണക്കും. ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയാണോ പരിപ്പിൻ്റെ കൂടെ ചിക്കനാണോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ ആ കാഴ്ചപ്പാട് ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനൊരു കുക്കർ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ വീട്ടിലത്തെ ഡിമാൻഡ് എങ്ങനെയാണ് എന്നുള്ളത്. ആൾക്കാർ വളരെ നേരത്തെ വന്ന സ്ഥിതിക്ക് ഡിന്നർ വിളമ്പിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ എന്താ കാരണം എന്താ വെച്ചാൽ കണ്ണേട്ടനെ വിട്ടാ കിട്ടില്ല. ഓ അയ്യോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്. കാശ്മീരി ദാൽ ചിക്കൻ. ഇതിൻ്റെ ഉള്ളിൽ ദാലുണ്ടെന്ന് പറയുന്നത്. പരിപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുക. എൻ്റെ മക്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ചേട്ടൻ ഇവിടെ വരാത്തത് കൊണ്ട്, ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തരാൻ പറ്റാറില്ല. ഞാനൊരു കുക്കർ നിറയെ വെക്കാറുണ്ട് പതിവ്. ശരി, കുറച്ച് കൂടുതൽ വെച്ചോ. എന്തായാലും ഇത് ഏതിൻ്റെ കൂടെയും പോകും. ഇഡ്ഡലിയുടെ കൂടെ ആയാലും അയ്യേ പൂല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും കൂടും. സൂപ്പറല്ല അവരുടെ കുക്കിംഗ്. നല്ല ഒരു പരിപ്പിൻ്റെ കൂടെ ചിക്കൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുക്കറിൽ വെച്ച് കഴിക്കാറെന്നാ പറയുന്നത്? കുക്കറിൽ വെച്ച് കഴിക്കാറില്ല. ഞാൻ കണ്ണേട്ടൻ ഇല്ലാത്തപ്പോൾ കണ്ണേട്ടൻ ഇവിടെ ഉണ്ടാവാറില്ല. ഞങ്ങളുടെയൊക്കെ ഭക്ഷണം ഇതൊക്കെയാണ്. മക്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇങ്ങനെ ബൂന്തി ആ കുക്കുംബർ റൈത്ത അതൊക്കെ കൂടിയിട്ടിട്ട്. അപ്പോൾ കഴിക്കൂ. Vinny's Kitchen.